അടുത്തത് സെക്ഷൻ 55. മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃത കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 55. ഇനി സെക്ഷൻ 55A. നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യം, ലഹരിമരുന്ന് ഇവയുടെ ഇറക്കുമതി, കയറ്റുമതി, കടത്ത്, ട്രാൻസിറ്റ്, കൈവശം വെക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55A. അടുത്തത് സെക്ഷൻ 55B. നിയമമോ ഉത്തരവോ ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നുകളോ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അടുത്തത് സെക്ഷൻ 55F. അബ്കാരി നിയമത്തിന് വിരുദ്ധമായി മദ്യം നിർമ്മിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറി, വെറ്റിനറി, ബ്രൂവറി അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55F. അടുത്തത് സെക്ഷൻ 55G. അബ്കാരി നിയമത്തിന് വിരുദ്ധമായി കള്ള് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഒഴികെയുള്ള മറ്റ് മദ്യം നിർമ്മിക്കുന്നതിനായി പാത്രങ്ങൾ, മറ്റ് വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉപകരണങ്ങൾ സൂക്ഷിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അടുത്തത് സെക്ഷൻ 55H. കഴിഞ്ഞ വർഷം ഈ ചോദ്യം വന്നതാണ്. നിയമത്തിനു വിരുദ്ധമായിട്ട് മദ്യം വിൽക്കാൻ ഉദ്ദേശിച്ച് കുപ്പികളിലാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55H. സെക്ഷൻ 55I. അബ്കാരി നിയമം ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരി മരുന്നോ വിൽക്കുകയോ വിൽക്കാനായി സൂക്ഷിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അടുത്ത് സെക്ഷൻ 55B. മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത സ്പിരിറ്റുകൾ നിർമ്മിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 55B. അടുത്തത് സെക്ഷൻ 55C. ലേബൽ, സെക്യൂരിറ്റി സ്റ്റിക്കർ എന്നിവ വ്യാജമാക്കുന്നതിനും വിൽക്കുന്നതിനും മറ്റുമുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ നിയമത്തിലെ സെക്ഷൻ 12C വ്യവസ്ഥകൾ ലംഘിക്കുന്നയാൾക്ക് 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ 1 ലക്ഷം രൂപ വരെയുള്ള പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഉൾപ്പെട്ട ശിക്ഷയോ ലഭിക്കുന്നു. അടുത്തത് 55D. ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2 അതിലധികമോ വ്യക്തികൾ ഈ നിയമങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുകയോ ചെയ്യാൻ കാരണമാവുകയോ ചെയ്യുന്നത് ക്രിമിനൽ ഗൂഢാലോചനയായി കണക്കാക്കുന്ന വകുപ്പ്. ഇത്തരം ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെട്ടാൽ നിയമാനുസൃത ശിക്ഷ ലഭിക്കുന്നതാണ്. അടുത്ത് സെക്ഷൻ 55G. വ്യാജരേഖകൾ നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷകൾ. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കൈവശം വെക്കാനോ വിൽക്കാനോ കടത്താനോ ഉള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 1 ലക്ഷം രൂപ വരെ പിഴയോ 3 ലക്ഷം വരെ തടവോ 3 വർഷം വരെ തടവോ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കുന്നതാണ്. അത് ഏകദേശം 55G. അടുത്തത് സെക്ഷൻ 55H. നിയമപരമല്ലാത്ത പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളെയോ സൂചിപ്പിക്കുന്ന നിയമപരമല്ലാത്ത പരസ്യം പ്രസിദ്ധീകരിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയാണ്. അത് 6 മാസം വരെ തടവോ 25,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കുന്നു. മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നതായ പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 55H. അതിൽ തന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്നാൽ ഉപഭോക്തൃ വിവരങ്ങൾക്കായി വിൽപ്പന കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള വിവര പട്ടിക ഇതിൽ ഉൾപ്പെടുന്നില്ല. അടുത്തത് സെക്ഷൻ 55I. തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നു. സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ
മദ്യം ഉപയോഗിക്കുന്നത് വിലക്കുന്ന മുന്നറിയിപ്പ് സ്ക്രീനിൻ്റെ 1/10 ഭാഗത്ത് നിർദ്ദിഷ്ട രീതിയിൽ വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കണം. മുന്നറിയിപ്പ് കൂടാതെ ഇത്തരം ദൃശ്യങ്ങൾ സിനിമകളിൽ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 6 മാസം വരെ തടവ്, 10,000 രൂപ വരെ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടിയുള്ള ശിക്ഷ. ഇങ്ങനെയാണത് അതിൻ്റെ ഇത് കാണിക്കണം ഇവിടെ. അടുത്തത് സെക്ഷൻ 56. ഈ നിയമപ്രകാരമുള്ള പെർമിറ്റ്, ലൈസൻസ് കൈവശം വച്ചിരിക്കുന്ന വ്യക്തിയുടെ തെറ്റായ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റങ്ങൾ. അബ്കാരി ഓഫീസറോ അല്ലെങ്കിൽ അധികാരപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥനോ ലൈസൻസോ പെർമിറ്റോ ആവശ്യപ്പെടുമ്പോൾ അവ ഹാജരാക്കാതിരിക്കുക. ലൈസൻസിൻ്റെയോ പെർമിറ്റിൻ്റെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ മനഃപൂർവ്വം ലംഘിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. കലാപ്രദേശങ്ങളിലോ കലാകായിക മേളകൾ നടക്കുന്ന പ്രദേശങ്ങളിലോ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ കുപ്രസിദ്ധ കുറ്റവാളികളുമായി ബന്ധം സ്ഥാപിക്കുകയും അവരെ എവിടെയെങ്കിലും താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഇത്തരം കുറ്റകൃത്യങ്ങൾ 6 മാസം വരെ തടവോ 25,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉള്ള ശിക്ഷയോ ലഭിക്കും. ഇതെല്ലാം പറയുന്നത് സെക്ഷൻ 56-ലാണ്. അടുത്തത് സെക്ഷൻ 56A. ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വെക്കാനുമുള്ള അധികാരം ഉള്ളത് ആർക്കെല്ലാം എന്ന് പരാമർശിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 56A. അതിൽ പറയുന്നത് കെമിസ്റ്റ്, രസതന്ത്രജ്ഞൻ, ഡ്രഗ്ഗിസ്റ്റ്, മരുന്ന് കച്ചവടക്കാരൻ, അപ്പോത്തിക്കരി, വൈദ്യൻ, വൈദ്യശാലയോ ഡിസ്പെൻസറിയോ നടത്തുന്നയാൾ എന്നിവർക്കെല്ലാം നിയന്ത്രിതമായി ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് സെക്ഷൻ 56A ക്ലോസ് 2. സെക്ഷൻ 56A ക്ലോസ് 2. മെഡിക്കൽ ആവശ്യങ്ങൾ, ചികിത്സ, രോഗപ്രതിരോധം തുടങ്ങിയവയല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണിത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 5,000 രൂപ വരെ പിഴ ആകാവുന്ന ശിക്ഷ ലഭിക്കുന്നു. സെക്ഷൻ 58. അനധികൃതമായി മദ്യം കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 58. അനധികൃതമായി നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 10 വർഷം വരെ തടവ്, 1,00,000 രൂപയിൽ കുറയാത്ത പിഴ. സെക്ഷൻ 58 ക്ലോസ് B. സെക്ഷൻ 58 പ്രകാരം പരാമർശിച്ച പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷ 5 വർഷം തടവ് അല്ലെങ്കിൽ 5,000 രൂപ പിഴ. അടുത്തത് മദ്യത്തിൻ്റെ നിർമ്മാണം, കൈവശം വെക്കൽ, വിൽപ്പന. ഇതൊക്കെയാണ് ഇനി പറയുന്ന സെക്ഷനുകൾ വരുന്നത്. സെക്ഷൻ 12. മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12. സെക്ഷൻ 12 ക്ലോസ് A. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 12B. നിർമ്മാണ വേളയിൽ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗവും അവ കൈവശം വെക്കാവുന്ന അളവും പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12B. അടുത്തത് സെക്ഷൻ 18 ക്ലോസ് A. ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ മദ്യ വിൽപ്പനക്കാർക്കും മദ്യ നിർമ്മാതാക്കൾക്കും പരിഗണനകൾ നൽകുന്നതുമായ ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 18 ക്ലോസ് A. 18 ക്ലോസ് A. അടുത്തത് സെക്ഷൻ 64 ക്ലോസ് A. മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി, കെട്ടിടം, മുറി തുടങ്ങിയവ നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷകളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 64A. മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷയാണ് 25,000 രൂപയിൽ കുറയാത്ത പിഴ. അവിടെ PQ കോർണർ എന്ന് പറഞ്ഞിട്ടൊരു കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ഉണക്കമുന്തിരിയുടെ പിഴിഞ്ഞെടുത്ത നീരിന് അറിയപ്പെടുന്നത് എന്താണെന്നുള്ളത് എക്സൈസ് ടെസ്റ്റ് പാർട്ട് A ഡിപ്പാർട്ട്മെൻറ്റ് 2020 ചോദിച്ചാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് മസ്റ്റ് എന്നാണ്.
ഇനി അടുത്തത് നമുക്ക് പ്രായപരിധിയെക്കുറിച്ചാണ് പറയേണ്ടത്. അബ്കാരി ആക്ട് 1077 പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാം? 23 വയസ്സിന് മുകളിലുള്ളവർക്ക്. 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 15A. അതുപോലെ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15B. എ പറയുന്നത് ഉപയോഗിക്കുന്നതും ബി പറയുന്നത് അത് വിൽക്കരുതെന്ന്. 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക്. അടുത്തത് അബ്കാരി റവന്യൂ എന്തൊക്കെ നോക്കാം. മദ്യമോ മയക്കുമരുന്നുകളോ ആയി ബന്ധപ്പെട്ട് ചുമത്തപ്പെടുന്ന നികുതിയോ പിഴയോ ഫീസോ അല്ലെങ്കിൽ കണ്ടുകെട്ടിയ വസ്തുക്കളുടെ മൂല്യമോ അബ്കാരി റവന്യൂ എന്ന് പറയാം. അടുത്തത് 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം കൈവശം വെച്ചാലോ ഉപയോഗിച്ചാലോ വിൽക്കാൻ ശ്രമിച്ചാലോ ലഭിക്കുന്ന ശിക്ഷയാണ് 5000 രൂപ പിഴയോ 2 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കാവുന്നതാണ്. പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15C. അടുത്തത് വിവിധതരം മദ്യങ്ങൾ കൈവശം വെക്കാനുള്ള അളവ്. 2012 ഫെബ്രുവരി 14 കേരള സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ഒരു വ്യക്തിക്ക് ലൈസൻസോ പെർമിറ്റോ കൂടാതെ കൈവശം വെക്കാവുന്ന മദ്യത്തിൻ്റെ അളവ്. അത് ഏതൊക്കെ വെച്ചാൽ മദ്യം കള്ള് അത് 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ, വൈന് 3.5 ലിറ്റർ, വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ.